പട്ടണം, പേർഷ്യൻ തലസ്ഥാനമായ സ്വപ്ന നഗരി. രാജാവിന്റെ കൊട്ടാരം അവിടെയാണ്, കോട്ടകൾ അവിടെയാണ്. അവിടത്തെ കൃഷിയിടങ്ങൾ, പഴവർഗ്ഗങ്ങളുടെ തോട്ടങ്ങൾ, മേത്തരം ഈത്തപ്പഴം വിളയുന്ന ഈത്തപ്പന മരങ്ങൾ, അനുഗ്രഹങ്ങളുടെ വിളനിലം. യസ്ദഗിർദ് രാജാവ് താമസിക്കുന്നത് അവിടെയാണ്. അയാൾ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കും, റുസ്തമിനു പകരം മറ്റൊരു സൈന്യാധിപനെ നിയോഗിക്കും, ോട് പ്രതികാരം ചെയ്യും. അതിനവസരം കൊടുക്കാൻ പാടില്ല. അതിനു മുമ്പേ മദായിൻ പട്ടണം കീഴ്പ്പെടുത്തണം. മദായിനിലേക്ക് പോവാൻ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശം നൽകുകയാണ്. സ്ത്രീകളെയും കുട്ടികളെയും ഖാദിസിയയിൽ തന്നെ നിർത്തണം. അവരെ സംരക്ഷിക്കാൻ ഒരു സൈന്യത്തെയും നിർത്തണം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു സൈന്യസമേതം മുന്നേറി വരികയാണ്. ദിവസങ്ങൾ തോറും ആവേശം വർദ്ധിച്ചു വരുന്നു. ടൈഗ്രീസ് നദിയുടെ തീരത്താണ് മുസ്ലിം സേന. നദി മുറിച്ചു കടന്നാൽ മദായിൻ പട്ടണത്തിലെത്താം. നദി കടക്കാൻ ഒരു മാർഗവുമില്ല, വള്ളങ്ങളില്ല. നദിക്ക് അക്കരെ എത്തുക അനിവാര്യവുമാണ്. മനോഹരമായ മദായിൻ പട്ടണം, മനോഹരമായ സൗധങ്ങൾ, വാഗ്ദത്തം ചെയ്യപ്പെട്ട പട്ടണം. അവിടെ എത്തിയേ മതിയാവൂ. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തകൾ ഉണരുകയാണ്. മൂസ അലൈഹിസ്സലാം ചെങ്കടൽ തീരത്ത് നിന്ന രംഗം. മുമ്പിൽ ചെങ്കടൽ, പിന്നിൽ ഫിർഔനിന്റെ വൻ സൈന്യം. കടൽ കടക്കണം, കടന്നേ പറ്റൂ. എന്താണുണ്ടായത്? വടികൊണ്ട് കടലിൽ അടിച്ചു. കടൽ ഇരുവശത്തേക്കും മാറി നിന്നു. വഴി വ്യക്തമായി. അതിലൂടെ അവർ നടന്നുപോയി. അതുപോലെ ഒരു രംഗമാണിത്. പടക്കുതിരകളെ ടൈഗ്രീസിലൂടെ പായിക്കുക. അതിന് സന്നദ്ധരാവാൻ സഅദ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. കേൾക്കേണ്ട താമസം ആസിം ഇബ്നു അംർ റളിയല്ലാഹു അൻഹു തന്റെ കുതിരയുമായി കുതിച്ചെത്തി. ബിസ്മി ചൊല്ലി കുതിരയെ പായിച്ചു. കുതിര പാഞ്ഞുപോയി. വെള്ളത്തിന്റെ വിധാനത്തിലൂടെ 60 കുതിരകൾ പിന്നാലെ പാഞ്ഞു. അങ്ങേ കരയിൽ നിൽക്കുന്നവർ ഭയന്ന് വിറച്ചു. അവർ വിളിച്ചു പറഞ്ഞു, മനുഷ്യരല്ല, ജിന്നുകൾ വരുന്നു. യസ്ദഗിർദ് രാജാവ് ജീവനും കൊണ്ടോടി. സ്ത്രീകളും കുട്ടികളും നേരത്തെ സ്ഥലം വിട്ടിരുന്നു. അണിയണിയായി വരികയാണ് മുസ്ലിം സൈന്യം. എന്തൊരു കാഴ്ചയാണിത്! അല്ലാഹു, മനസ്സ് നിറയെ ആ ചിന്ത മാത്രം. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിൽ എറിയപ്പെട്ട നാടാണിത്, മദായിൻ പട്ടണം. തീ തണുപ്പും ശാന്തവുമായി മാറി. ഇപ്പോഴിതാ ടൈഗ്രീസിന്റെ ജലവിധാനം കര പോലെ അവരെ കടത്തിവിടുന്നു. ഒരു കുതിരയും വെള്ളത്തിൽ താഴ്ന്നു പോയില്ല. ഒരു സൈനികനും നിസാര പരിക്ക് പോലും സംഭവിച്ചില്ല. എല്ലാവരും മറുകരയിലെത്തി. ഈമാനിന്റെ മഹാശ്ചര്യം, അള്ളാഹുവിൽ നിന്ന് നേർക്കുനേരെ ലഭിച്ച സഹായം. മദായിനിൽ നിന്ന് ആളൊഴിഞ്ഞിരിക്കുന്നു. കൊട്ടാരത്തിൽ കാവൽക്കാർ മാത്രമേയുള്ളൂ. അവർ മുസ്ലിങ്ങളെ കാത്തിരിക്കുകയാണ് സ്വാഗതം ചെയ്യാൻ. എതിർപ്പുകളില്ല, പ്രതിഷേധങ്ങളില്ല, യുദ്ധമില്ല. വിശ്വപ്രസിദ്ധമായ മദായിൻ പട്ടണം അല്ലാഹു തആല മുസ്ലിങ്ങളുടെ കൈകളിൽ വെച്ചുകൊടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. വില കൂടിയ സ്വർണ്ണാഭരണങ്ങൾ, പ്രതിമകൾ, മുത്തുമാലകൾ, അമൂല്യരത്നങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ, സ്വർണ്ണപാത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ. മുസ്ലിങ്ങളുടെ കണ്ണഞ്ചിപ്പോയില്ല, മനസ്സ് ചാഞ്ചല്യപ്പെട്ടില്ല. ആരും അവയൊന്നും തൊടാൻ പോലും പോയില്ല. വിലമതിക്കാനാവാത്ത സിംഹാസനം, പിന്നെ എന്തെല്ലാം സാധനങ്ങൾ! സൈന്യാധിപനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടുകൂടി ചില ഖുർആൻ വചനങ്ങൾ പാരായണം ചെയ്തു. സൂറത്തു ദുഹാനിലെ 25 മുതൽ 29 വചനം വരെ. കം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ ഉപേക്ഷിച്ചു പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ കദാലിക വഔറത്നാഹാ ഖൗമൻ ആഖരീൻ. ധാന്യവയലുകളും മാന്യമായ സ്ഥലങ്ങളും അവർ ആസ്വദിച്ചിരുന്ന സുഖഭോഗങ്ങളും ഇപ്രകാരം മറ്റൊരു ജനതയ്ക്ക് നാം അനന്തരാവകാശമാക്കി കൊടുത്തു. എന്നാൽ ആകാശവും ഭൂമിയും അവരുടെ മേൽ കരഞ്ഞില്ല, അവർക്ക് ഇളവ് നൽകപ്പെട്ടതുമില്ല. ഈ ആയത്തുകൾ ഓതിക്കേട്ടപ്പോൾ അനുയായികൾ കരഞ്ഞുപോയി. മനസ്സുകൾ ഭക്തി നിർഭരമായി മാറി. അവർ നന്ദി സൂചകമായി സുന്നത്ത് നിസ്കരിച്ചു. പേർഷ്യൻ യുദ്ധങ്ങളിൽ ജീവൻ നൽകിയ ആയിരക്കണക്കായ ശുഹദാക്കൾക്കു വേണ്ടി ദുആ ചെയ്തു. രാജകീയ സിംഹാസനത്തിന്റെ വലുപ്പവും അതിലെ ആഡംബരങ്ങളും ആരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു. ചക്രവർത്തി ആ സിംഹാസനമാണ് ഇട്ടെറിഞ്ഞ് ഓടിപ്പോയിട്ടുള്ളത്. ആ സിംഹാസനം അവിടെ നിന്ന് നീക്കം ചെയ്തു പകരം മിമ്പർ സ്ഥാപിച്ചു. മിമ്പറിൽ ഖുതുബ നടന്നു, ജുമുഅ നിസ്കാരം നടന്നു. പിന്നീട് നിസ്കാരം തുടർച്ചയായി നടക്കുകയാണ്. കൊട്ടാരത്തിലെ സ്വത്ത് അന്നാട്ടുകാർക്കിടയിൽ വിതരണം ചെയ്തു. യുദ്ധത്തിൽ പങ്കെടുത്തവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെല്ലാം വിഹിതം പോലെ കിട്ടി. നിശ്ചിത വിഹിതം മദീനയിലേക്കും കൊടുത്തയച്ചു. അക്കൂട്ടത്തിൽ പേർഷ്യൻ ചക്രവർത്തിമാരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ആയുധങ്ങളും തുടങ്ങി നിരവധി ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കളും ഉണ്ടായിരുന്നു. മദീനയിൽ അവയെല്ലാം പ്രദർശിപ്പിക്കപ്പെട്ടു. കിസ്റായുടെ വസ്ത്രങ്ങൾ സാധാരണക്കാരെ ധരിപ്പിച്ചു. മറ്റുള്ളവർ അത് കണ്ട് അതിശയിച്ചു.
മദീനയിലെത്തിയ സ്വത്ത് ജനങ്ങൾക്കിടയിൽ ഭാഗിച്ചു കൊടുത്തു. എല്ലാവരും അള്ളാഹുവിനെ വാഴ്ത്തി അൽഹംദുലില്ലാ. മദായിൻ കീഴടങ്ങിയ ശേഷം 6 മാസങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പുതിയ നിർദ്ദേശങ്ങളൊന്നും വന്നില്ല. യസ്ദഗിർദ് രാജാവിനെ പിടികൂടണം, അതിന് സൈനിക നീക്കം നടക്കണം. അതിനുള്ള അനുമതി കാത്തിരിക്കുകയാണ്. ജലൂല പേർഷ്യയിലെ സമ്പൽ സമൃദ്ധമായ പ്രദേശമാണത്. പേർഷ്യൻ പ്രമുഖന്മാരും പട്ടാളക്കാരും ഒക്കെ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഖലീഫയിൽ നിന്നൊരു സന്ദേശം വന്നു. ഹാഷിം ഇബ്നു ഉത്ബത്തിന് ജലൂലയിലേക്ക് അയക്കണം. കഅ്കാർ, മഅ്ശർ ഇബ്നു മാലിക്, അംർ ഇബ്നു മാലിക്, അംർ ഇബ്നു മുറത്ത് റളിയല്ലാഹു അൻഹും എന്നിവരെ ഓരോ സൈനിക വിഭാഗത്തിന്റെ നായകന്മാരായി നിയോഗിക്കണം. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ച പ്രകാരം സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി സൈന്യം മദായിനിൽ നിന്ന് പുറപ്പെട്ടു. 4 ദിവസം തുടർച്ചയായി യാത്ര ചെയ്ത് ജലൂലയിലെത്തി. ചരിത്ര പ്രസിദ്ധമായ ജലൂല കോട്ടയിലാണ് പേർഷ്യക്കാരുള്ളത്. മുസ്ലിം സൈന്യം കോട്ട ഉപരോധിച്ചു. ഉപരോധം നീണ്ടുപോയി. കോട്ടയിലുള്ളവർ അന്ത്യസമരത്തിനൊരുങ്ങി സർവ്വസജ്ജീകരണങ്ങളുമായി പുറത്തു വന്നു. പേർഷ്യക്കാർ വലിയ വലിയ കിടങ്ങുകൾ കുഴിച്ചു വെച്ചിരുന്നു. വഴിയിൽ മുള്ളു വിതറുകയും ചെയ്തിരുന്നു. കഅ്കാർ റളിയല്ലാഹു അൻഹു സാഹസികരായ ഒരു കൂട്ടം സൈനികരുമായി മുമ്പോട്ട് നീങ്ങുകയാണ്. അത്ഭുതകരമായ വേഗതയിൽ കോട്ടവാതിൽക്കലെത്തി. ഉച്ചത്തിൽ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ മുഴക്കി. ഉഗ്രമായ പോരാട്ടവും തുടങ്ങി. പേർഷ്യൻ സൈന്യം ഭയവിഹ്വലരായി പോയി. ചിലർ ഓടാൻ തുടങ്ങി. ഓടിയവർ കിടങ്ങിൽ വീഴുകയാണ്. മുസ്ലിം സൈനിക വിഭാഗങ്ങൾ പല ഭാഗങ്ങളിലൂടെ പൊരുതി മുന്നേറുകയാണ്. പല ദിക്കുകളിൽ നിന്ന് തക്ബീർ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. പേർഷ്യൻ സൈന്യം ആകപ്പാടെ അമ്പരന്നു പോയി. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. മുസ്ലിങ്ങളുടെ മുന്നേറ്റം തടയാൻ കുഴിച്ച കിടങ്ങുകൾ പേർഷ്യൻ സൈനികരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മുള്ളുവിതറിയ പാതകളിലൂടെ അവർക്ക് തന്നെ ഓടേണ്ടി വന്നു. യസ്ദഗിർദ് രാജാവ് യുദ്ധരംഗത്തേക്ക് വന്നില്ല. ഹുൽവാൻ എന്ന സ്ഥലത്താണ് അദ്ദേഹമുള്ളത്. പേർഷ്യൻ സേനാനായകൻ മഹ്റാൻ വധിക്കപ്പെട്ടു. മറ്റൊരു സൈന്യാധിപനായ ഫൈറുസാൻ യുദ്ധക്കളം വിട്ടോടി. അയാൾ ഹുൽവാനിലെത്തി യസ്ദഗിർദ് രാജാവിനെ വിവരം ധരിപ്പിച്ചു. മുസ്ലിം സൈന്യം ഹുൽവാനിലും വരും, രക്ഷപ്പെടണം, റയ്യി എന്ന പ്രദേശത്തേക്ക് പോകാം. പലരും ചക്രവർത്തിയെ ഉപദേശിച്ചു. ചക്രവർത്തിയും കുടുംബാംഗങ്ങളും ഒരു വിഭാഗം സൈന്യവും റയ്യായിലേക്ക് നീങ്ങി. വമ്പിച്ച സ്വത്തുക്കളുമായിട്ടാണ് അവരുടെ യാത്ര. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഹുൽവാനിലേക്ക് പോവാൻ അനുമതി നൽകി. കഅ്കാർ റളിയല്ലാഹു അൻഹു സൈന്യവുമായി ഹുൽവാനിലെത്തി. നഗര കവാടത്തിൽ യുദ്ധം നടന്നു. യുദ്ധം തുടർന്നുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് മനസ്സിലാക്കി യോദ്ധാക്കൾ പിന്മാറി. ജനങ്ങൾ കൂട്ടത്തോടെ മുമ്പോട്ട് വന്നു. സന്ധി ചെയ്തു. യുദ്ധം തീരുകയാണ്. യുദ്ധമുതലുകൾ കണ്ട് അമ്പരപ്പുളവായി. അത്രയേറെ സ്വത്ത് യോദ്ധാക്കൾക്കിടയിൽ അത് വിതരണം ചെയ്തു. ഒരു നിശ്ചിത ഭാഗം മദീനയിലേക്ക് അയച്ചു കൊടുത്തു. മദീനയിലെത്തിയ സ്വത്ത് തന്നെ വമ്പിച്ച അളവിൽ വരും. അത് കണ്ട് ഖലീഫ കരഞ്ഞുപോയി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങ് എന്തിനാണ് കരയുന്നത്? ഈ സ്വത്ത് തന്നെയാണ് എന്നെ കരയിപ്പിച്ചത്. സ്വത്ത് വരുമ്പോൾ അസൂയ വരും, പോരടിക്കും, അങ്ങനെ നാശം വരും. മഹാന്മാരായ സ്വഹാബികൾ ഖലീഫയെ വാഴ്ത്തി പറയുകയാണ്. സമ്പത്ത് വന്നാൽ സുഖം കൂടും, സുഖം കൂടുമ്പോൾ അലസരായി മാറും. ഇന്നത്തെ സൈനികരുടെ ശക്തിയും ഭക്തിയും നഷ്ടപ്പെടും. ലോകശക്തിയെ തട്ടി തകർത്തിടുകയും അവശവിഭാഗങ്ങളെ ചൂഷണങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യാൻ മുസ്ലിം സൈന്യത്തിന് കഴിഞ്ഞു. പലതരം രത്നങ്ങൾ, മുത്തുകൾ, സ്വർണ്ണാഭരണങ്ങൾ, മറ്റു സാധനങ്ങൾ ഇവയെല്ലാം ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. പേർഷ്യയിൽ പുതുയുഗം പിറന്നു. ഇസ്ലാമിന്റെ മഹത്വം ജനങ്ങൾ മനസ്സിലാക്കി. അവർ കൂട്ടം കൂട്ടമായി ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാമിക ഭരണം ശാന്തിയും സമാധാനവും ഐശ്വര്യവുമാണ് ജനങ്ങൾക്ക് നൽകിയത്. ഇൻഷാ അല്ലാഹ്